ഗായ്സ്, ഏട്ടനൊരാഗ്രഹം. എന്നെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഇത് ഒരു ചെറിയൊരു പാക്കൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ഏട്ടനൊരാഗ്രഹം ഇപ്പോൾ രാത്രി കടന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്. എന്താഗ്രഹം എന്ന് നിങ്ങൾ കേട്ട് നോക്കാം. എന്തായിട്ട് ആഗ്രഹം? ആഗ്രഹമൊന്നുമല്ല, ടൂണിയുടെ അച്ഛനാണെങ്കിലേ, ടൂണി എൻ്റെ നാത്തൂനാട്ടോ. അച്ഛൻ ഇതുപോലെ വാഴയിലയിൽ ചോറ് വേണമെന്ന് ടൂണിയെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ടൂണി വാഴയിലയിലെ ചോറ് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ഒരാഗ്രഹം. പണ്ടൊക്കെ വാഴയിലയിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചോറൊക്കെ കൊണ്ടുപോകത്തില്ലേ, അപ്പോൾ അമ്മ കൊണ്ട് തരുന്നൊരു ഇതുണ്ട്, കുറച്ച് കൂട്ടാനൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ അതുപോലെ പറഞ്ഞു കൊടുക്കുക. വാഴയില ചൂടാക്കണം. ചൂടാക്കുമ്പോൾ വാഴയില ഒന്ന് ഉടയും, അതായത് ഒന്ന് പാടുമല്ലോ. ആ വാഴയിലയിൽ ചോറിട്ടിട്ട് അതിൽ മറ്റേ ഒരു ഇച്ചിരി നാരങ്ങാച്ചാറുണ്ടല്ലോ, മരം കൊണ്ടുവന്നു. അപ്പോൾ ആ നാരങ്ങാച്ചാറ് ഇച്ചിരി അതും വാഴയിലെ പൊതിഞ്ഞു നോക്കണം ഓരോ ഡിഷസ്. നാരങ്ങാച്ചാറ് കഴിഞ്ഞാൽ പിന്നെ ചമ്മന്തി, അത് മസ്റ്റ് എന്തായാലും വേണം. പിന്നെ എന്തെങ്കിലും ഒരു തോരൻ, പിന്നെ ഒരു മുട്ട വറുത്തത്, അത് വേണം, അതില്ലാതെ പറ്റത്തില്ല. പിന്നെ മീൻകറി എന്തെങ്കിലും ഇന്നത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് രാവിലെ അത് ചൂടാക്കി കറിയായിട്ട് ഒഴിക്കരുത്. അതിനൊരു 2 പീസോ അല്ല അതിനകത്ത് ഇതുപോലെ ഈ വാഴയിലയിൽ പൊതിഞ്ഞ് പിന്നെ പേപ്പറൊക്കെ പൊതിഞ്ഞ് മടക്കി വെച്ച് ഒരു ഉച്ചയ്ക്ക് രാവിലെ ചെയ്ത് കഴിഞ്ഞാലേ ഉച്ചയാകുമ്പോൾ അതിനാ ടേസ്റ്റ് കിട്ടും. ഉച്ച വരെ വെച്ചിട്ട് ഉച്ചക്കത്തെ ഊണ് നമുക്ക് അങ്ങനെ കഴിക്കാം. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏട്ടൻ്റെ ആഗ്രഹം പോലെ നമ്മൾ പൊതിച്ചോറ് കെട്ടാൻ പോവാണ്. ഫസ്റ്റ് തന്നെ തലേ ദിവസത്തെ മീൻകറി അതേ ചട്ടിയിൽ നല്ല രീതിക്ക് വറ്റിക്കുവാണ് കേട്ടോ. വറ്റിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് കേരച്ചൂര മീൻകറിയാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ കിഴങ്ങിങ്ങനെ ഉടച്ചു വെക്കുന്ന ഏട്ടന് ഇഷ്ടമാണ്. ചോട്ടിൽ വെക്കുന്ന ഇത്തിക്കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ പണ്ട് നമുക്ക് അമ്മൂമ്മയും അമ്മയൊക്കെ പൊതിച്ചോറ് കെട്ടിത്തന്ന ഒരു ഓർമ്മ വന്നു. നിങ്ങൾക്ക് അങ്ങനെ വന്നു എന്നെന്തെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ഈ പയറ് വിഴുക്കാണ് കേട്ടോ. അതില്ലാതൊരു പരിപാടിയും ഇല്ല പൊതിച്ചോറിൽ. എപ്പോഴും കാണും, പണ്ട് തൊട്ടേ ഉള്ളതാണ്. വീട്ടിൽ ഇതൊക്കെ നട്ട് വളർത്തുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പറിച്ചിങ്ങനെ പൊതിച്ചോറിൽ വെച്ച് കയറി എന്നും കാണും പയറ് വിഴുക്ക് വരട്ടി. നിങ്ങൾക്ക് ഇങ്ങനത്തെ നൊസ്റ്റാൾജിക് കറികളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നാലാമത്തെ നമ്മുടെ മെയിൻ ഐറ്റം ചമ്മന്തിയാണ് കേട്ടോ. തേങ്ങാ ചമ്മന്തി, നല്ല ഉണ്ടമുളകൊക്കെ ഇട്ട തേങ്ങാ ചമ്മന്തിയാണ്. അതും ഞാനാണ് കേട്ടോ പ്രിപ്പറേഷൻ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നല്ല ചൂട് ചോറാണ് കേട്ടോ. നല്ല ചൂട് വാഴയിലയിൽ, അതായത് ചൂടാക്കിയ വാഴയിലയിൽ നല്ല ചൂട് ചോറും ഈ ഐറ്റംസൊക്കെ വെച്ചിട്ടൊരു പിടിയുണ്ട്, അതൊക്കെ കാണിക്കാം. അതിനുശേഷം നമ്മൾ മുട്ട പൊരിച്ചു കേട്ടോ. നല്ല ഉള്ളിയൊക്കെ ഇട്ട് മുട്ട പൊരിച്ചു. കുറച്ച് അധികം ഉള്ളിയൊക്കെ ഇട്ട് മുട്ട പൊരിച്ച് പൊതിച്ചോറിൽ വെച്ചില്ലെങ്കിൽ എന്ത് പൊതിച്ചോറാണല്ലേ. പൊതിച്ചോറ് കംപ്ലീറ്റ് ആവില്ല മുട്ട പൊരിച്ച് വെച്ചില്ലെങ്കിൽ അല്ലേ. പണ്ടത്തെ ഓർമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്കിതൊക്കെ കാണുമ്പോൾ. പിന്നെ നമ്മുടെ ഏറ്റവും മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ അച്ചാറാണ്. തലേ ദിവസം അമ്മയെടുത്ത് പോയിട്ട് വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്ന നാരങ്ങ അച്ചാറാണ്. പിന്നെ ഞാൻ നേരെ ഏട്ടനെ എഴുന്നേൽപ്പിച്ചു. അത് ഒരു 9 മണിയൊക്കെ ആയി രാവിലെ. അപ്പോൾ തന്നെ അവർ ഉറക്കം വെച്ചേ ഉള്ളൂ. ജാനിയുടെയൊക്കെ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല വെട്ടാൻ തുടങ്ങി ഞങ്ങൾ. ഇല വെട്ടിയിട്ട് ഇതേ നോക്കാം അവർ നിൽക്കുന്നത്. ഇല വെട്ടിയിട്ട് നേരെ ഞങ്ങൾ ഇല ക്ലീൻ ചെയ്തു. അതിനുശേഷം ചൂടാക്കി, നമ്മുടെ ഗ്യാസിൽ ഇത് വെച്ച് തന്നെ ചൂടാക്കി. സത്യം പറഞ്ഞാൽ ഇത് എന്ത് കഷ്ടപ്പെട്ട പണിയാണല്ലേ. പക്ഷെ ടേസ്റ്റ് ഓർക്കുമ്പോൾ ഈ കഷ്ടപ്പാടങ്ങ് ഒന്നുമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ വന്നു. അതായത് ഇത് കഴിക്കുമ്പോൾ പണ്ട് അവരുണ്ടാക്കി തന്ന കഷ്ടപ്പാടും അതിൻ്റെ ഒരു വിയർപ്പിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ടേസ്റ്റൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങൾക്ക് എന്താ ഓർമ്മ വന്നത് നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഏട്ടൻ മെയിനായിട്ട് പറഞ്ഞ കാര്യം, ഇത് രാവിലെ ഉണ്ടാക്കി വെച്ചാൽ ആ ഇലയുടെയൊക്കെ ടേസ്റ്റ് ഇറങ്ങിയിട്ട് നമുക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റു. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്, അതായത് സ്കൂളിൽ പോകുന്ന ടൈമോ അത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കാണ് കഴിച്ചത്. ഒരു സൈഡിൽ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അവൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ടൂണി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം പാക്ക് ചെയ്യുക കേട്ടോ. എല്ലാ ഇലയിൽ പൊതിഞ്ഞ് വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇലയിലല്ലായിരുന്നു കേട്ടോ പണ്ട് അമ്മയൊന്നും പൊതിഞ്ഞ് തരുന്നത്. അതായത് കറികളൊക്കെ അതിൽ തന്നെ ഇടും. ചില കറികൾ മാത്രമേ ഉള്ളൂ ഇലയിൽ വെക്കുന്നത്. അച്ചാറൊക്കെ അതിലിട്ട് ആ ഒരു ടേസ്റ്റ് വരുമല്ലോ, അങ്ങനെയായിരുന്നു. പക്ഷേ ഏട്ടൻ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തത്. നല്ല ചൂട് ചോറല്ല, അതായത് വാട്ടി ഇലക്കകത്ത് നല്ല ചൂട് ചോറിട്ടിട്ട് ഈ കറിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിലിട്ട് പൊതിഞ്ഞ് നല്ല ടൈറ്റാക്കി വെക്കും. എന്നിട്ട് ഉച്ചയാകുമ്പം അതിൽ നിന്നൊരു മണം വരും കേട്ടോ നമ്മളിത് ഓപ്പൺ ആക്കുന്ന ടൈമിൽ.
അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏട്ടനാണല്ലോ ആഗ്രഹം പറഞ്ഞത്, എന്നിട്ട് എന്തിനാ ഈ 3-4 പൊതി കെട്ടണേന്ന്. ഞാൻ തലേ ദിവസം ഇത് അച്ഛനും അമ്മയോടും ഒക്കെ പറഞ്ഞ ടൈമിൽ അവർക്കൊരു ആകാംക്ഷയല്ല, പഴയ കാലത്തെ ഓർമ്മകളും കഥകളും ഒക്കെ അവരിങ്ങനെ ചോറ് കെട്ടിക്കൊണ്ട് പോകുന്നതും സ്കൂൾ ലൈഫിലുണ്ടായ കാര്യങ്ങളും ഒക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തു ഇത് പറഞ്ഞ ടൈമിൽ. അപ്പോൾ അവർക്കും ഇതൊരു നൊസ്റ്റു ഫീലാണല്ലോ. അപ്പം ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു. അതായത് വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടൻ്റെ വൈഫുണ്ട്, കുട്ടിയുണ്ട്, ഏട്ടനുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഓർമ്മയും ആ ഒരു ഡേ സ്പെഷ്യലായിരിക്കുമല്ലോ. അത് മാത്രമല്ല ജാനുമോൾ ഇത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം അവൾക്ക് മാത്രമല്ല, ഇപ്പോൾ ഉള്ള പുതിയ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലാണല്ലോ നമ്മൾ ചോറ് കൊടുത്തു വിടുന്നത്. ഇങ്ങനെ ഇല പൊതിഞ്ഞ് കെട്ടി വിടുന്നത് ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ, ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആഗ്രഹം മൂലം ഇങ്ങനെ ഞാൻ കെട്ടിയതുപോലെ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും, അത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ജാനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഞങ്ങളിത് എല്ലാവർക്കും കെട്ടിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അവൾ കഴിക്കുന്ന വീഡിയോ എനിക്ക് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. എനിക്ക് ഏട്ടന് പുറത്തു പോകേണ്ട ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ വീഡിയോ എനിക്ക് ആഡ് ചെയ്യാനോ എടുക്കാനോ പറ്റിയില്ല. ഇവരൊക്കെ, അതായത് അച്ഛനും അമ്മയും ചേട്ടനും നാത്തൂനും ജാനും ഒക്കെ മുന്നേ കഴിച്ചു. അതായത് രാവിലെ ഞാനൊരു 9:30 ഉള്ളിൽ കെട്ടി വെച്ചതാണ്. അപ്പോൾ കുറേ നേരം ഇരിക്കുമ്പോൾ അതിനകത്തൊരു ടേസ്റ്റും ഒരു സ്മെല്ലും വരും, ഇലയുടെ ഈ ചൂട് ഇലയുടെ ഒരു ടേസ്റ്റും സ്മെല്ലും വരും. അവർ പക്ഷേ എനിക്ക് തോന്നുന്നു 12:30, 1 ഒക്കെ ആവുന്നതിന് മുമ്പേ കഴിച്ചു. ഞാനൊരു 2:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഫുൾ ടേസ്റ്റും ആ ഇലയുടെ എല്ലാം അതിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കൊക്കെ കിട്ടിയ ഇലയിൽ അതായത് അവർ നേരത്തെ കഴിച്ചുകൊണ്ട് ആ ഒരു ഇലയുടെ ഒരു മണമോ ആ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ കഴിച്ചത് അപാര ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഏട്ടനാണെങ്കിൽ അതിലേറെ ഇഷ്ടമായി എനിക്ക്. അപ്പോൾ എനിക്കിങ്ങനെ പണ്ടത്തെ ഓർമ്മകൾ ഇങ്ങനെ പുതുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇത്രയും ഇലയാണ് നമ്മൾ പാക്ക് ചെയ്തത്, ഇത്രയും പേർക്ക്. ജാനിക്കൊരു കുട്ടി ഇലയാണ് നമ്മൾ പാക്ക് ചെയ്തത്. അപ്പോൾ ഏട്ടൻ ഇത് ഒരു 2:30 ആയപ്പോഴത്തേക്ക് ഇത് തുറന്ന് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഏട്ടൻ്റെ ഏട്ടൻ എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്താ കാര്യമൊക്കെ ഏട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം കേട്ടോ. നിങ്ങൾ എന്തായാലും കേട്ട് നോക്കുക ഏട്ടൻ എന്താ പറയണേന്ന്. നിങ്ങൾക്ക് ഇങ്ങനെ നെക്സ്റ്റ് ഓർമ്മകളൊക്കെ വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും അത് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എന്തെങ്കിലും നെക്സ്റ്റ് ഓർമ്മകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. അതൊക്കെ കേൾക്കുന്ന ഒരു സന്തോഷമല്ലേ. അപ്പം എനിക്ക് എന്തെങ്കിലും ഭയങ്കര സന്തോഷമായി. കാരണം ഏട്ടൻ ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയറും മനസ്സും ഒക്കെ നല്ല രീതിക്കാന്ന് അറിഞ്ഞു. ഈ പൊതിച്ചോറ് ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന ടൈമിൽ തന്നെ ഒരു നല്ലൊരു കിടില സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഈ ഇലയുടെയും ഈ കറികളുടെയും ഈ ചൂട് ചോറിൻ്റെ എല്ലാം കൂടി ഇങ്ങനെ തങ്ങി നിന്നിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഏട്ടമ്പി എന്താ പറയണേ നിങ്ങൾ കേട്ട് നോക്കുക കേട്ടോ. ടേസ്റ്റ് ഉണ്ടല്ലോ ഇലക്ക് ടേസ്റ്റ് ഇല്ല, ഇല്ലാതെ ആ ഒരു മണവും ഇതെല്ലാം കൂടെ വാടി വരുന്ന ഒരു സ്മെല്ലുണ്ട്. അത് കിട്ടുന്നുണ്ടോ? സംതൃപ്തിയാണോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു ഓർമ്മ പുതുക്കിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുണ്ടാക്കി. അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായി, ഏട്ടനും ഹാപ്പിയായി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.